ഒരൊറ്റ വാക്ക്, ഒരൊറ്റ മടങ്ങി വരവ്, ഒരൊറ്റ ഹൃദയം മാത്രം. 10 കുഷ്ഠരോഗികൾ നിലവിളിച്ചപ്പോൾ ദൈവം അവരെയെല്ലാം സുഖപ്പെടുത്തി. പക്ഷേ സുഖം കിട്ടിയതിൻ്റെ ശബ്ദത്തേക്കാൾ നന്ദി പറഞ്ഞവൻ്റെ കാലടി ശബ്ദം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ കേട്ടു. യേശു ചോദിച്ചു, 10 പേരും ശുദ്ധരായില്ലേ? പിന്നെ 9 പേർ എവിടെ? വലിയ രോഗം വന്നാൽ മാത്രം പ്രാർത്ഥിക്കുന്നവരായ നാം, വലിയ അപകടമൊഴിവായാൽ മാത്രം ദൈവത്തെ ഓർക്കുന്നവരായ നാം, ഇന്ന് നീ ശ്വാസമെടുക്കുന്നതും എഴുന്നേറ്റ് നടക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും, ഇന്ന് നിന്നെ പോറ്റുന്ന കൈ അദൃശ്യമായിട്ടെങ്കിലും നിന്റെ മേൽ പ്രവർത്തിക്കുന്നതും ആ ദൈവീകമായ കൃപയുടെ ആഴമുള്ളതായ ഇടപെടലിൻ്റെ അനുഭവത്തിൻ്റെ ബാക്കിപത്രമാണ് എന്ന സത്യത്തെ മറന്നുപോകുന്നുണ്ടോ? നമ്മെ നശിപ്പിക്കാവുന്ന എത്രയോ